മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയായുടെ ഒരു ആരാധകനാണ് ഞാൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ശൈലി, അദ്ദേഹത്തിൻ്റെ ആ ചങ്കൂറ്റം, അതിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുക തന്നെ ചെയ്യുന്നു. എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളോടും യോജിപ്പില്ലതാനും, അത് യോജിപ്പില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പലവട്ടം അത് വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമേ ഈ ഷാജൻ സ്കറിയായ്ക്കെതിരെ അറസ്റ്റിനും മറ്റും നീക്കമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ലീഗൽ എക്സ്പെൻസസ് മുഴുവൻ അമേരിക്കൻ മലയാളികൾ നൽകുകയും ചെയ്യുമെന്നും പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അത് ഏറ്റവും ആദ്യം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഈ മലയാളിയും നമ്മുടെ ഈ വീഡിയോയിലൂടെയാണ്. അത് പിന്നെ അദ്ദേഹത്തെ അറിയിക്കാനോ അല്ലെ ആരെങ്കിലും അറിയിക്കാനോ അതിൻ്റെ പേരിലൊരു ക്രെഡിറ്റ് എടുക്കാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ പിന്നെ കാണാം. എന്തായാലും അദ്ദേഹത്തെപ്പറ്റി പറയാനുള്ള കാരണം, അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ അദ്ദേഹം ഹൂസ്റ്റണിൽ പ്രസംഗിച്ചു, പിന്നെ ഡാലസിൽ പ്രസംഗിച്ചു, പിന്നെ ചിക്കാഗോയിൽ പ്രസംഗിച്ചു, ഇനിയിപ്പം കാലിഫോർണിയയിലെ മറ്റൊക്കെ പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം ബ്രിട്ടീഷ് മലയാളി, മറുനാടൻ മലയാളിയൊക്കെ കുറച്ച് ശക്തമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പിന്നെ ഓസ്ട്രേലിയയിലും പങ്കെടുക്കുകയുണ്ട്, പിന്നെ പരിപാടികളൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ എന്തായാലും ഇവിടെ അമേരിക്കയിൽ അദ്ദേഹം ചില പത്രസംഘടനകളും പത്രക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിനെപ്പറ്റി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരു കാര്യം ഉള്ളത്, അദ്ദേഹം കണ്ട പത്രക്കാർ മാത്രമല്ല അമേരിക്കയിലുള്ളത്. ഇവിടെ വേറെയും പത്രക്കാരുണ്ട്, വേറെയും ശരിക്കുള്ള സംഘടനയുണ്ട്. ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് അദ്ദേഹം മനസ്സിലാക്കുന്നത് പിന്നെ നമുക്കെല്ലാം പിന്നെ കുറച്ചുകൂടെ സന്തോഷമുള്ള കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഈ ഓരോരുത്തരും ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ, ഞങ്ങളാണ് പിന്നെ പത്രവും പിന്നെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ പത്രപ്രവർത്തനം എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് അവകാശപ്പെട്ടാൽ ഓക്കെ, ഞങ്ങൾക്കാർക്കും അതിനൊന്നും എതിർപ്പോ വിരോധമോ നമ്മളാരും ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. ഈ ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്ക, IPCNA, അത് പിന്നെ നാട്ടിൽ സമ്മേളനം നടത്തുമ്പോൾ അന്ന് ഈ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിന് ഒരു അവാർഡ് കൊടുത്തതിനെപ്പറ്റി ചില ആക്ഷേപങ്ങളുണ്ടായി. ആ പ്രസ് ക്ലബ്ബിലെ ചില വ്യക്തികളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആ പ്രസ് ക്ലബ്ബ് നടത്തുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി മാത്രമാണ് വിലയിരുത്തിയത്. അല്ലാതെ അവിടുത്തെ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിയുക പോലുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനെതിരെ ചില വിമർശനങ്ങൾ അഡ്വക്കേറ്റ് പിന്നെ ജയശങ്കറും പിന്നെ ഷാജൻ സ്കറിയായി നടത്തിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിനെതിരെ നമ്മളും പ്രതികരിക്കുകയുണ്ടായി. പക്ഷേ അത് ഒരു വിവാദമോ ഒന്നുമായി വലിയ പിന്നെ പ്രശ്നമായി മാറുകയുണ്ടായില്ല. എന്തായാലും ഈ അമേരിക്കൻ ജീവിത രീതി അല്ലെ അമേരിക്കയുടെ നിലപാടുകൾ അവയെ മനസ്സിലാക്കാനായിട്ട് ഷാജൻ സ്കറിയ ഇപ്പം പിന്നെ അമേരിക്കയിൽ വരികയും ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ ആളുകളുടെ കാര്യങ്ങളും അത് നല്ലൊരു കാര്യം തന്നെ. കാരണം അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയും മറ്റും കാണുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലൊരു ചാനലിന് ഒരു മുഖ്യധാര ചാനലിന് പോലും അത്രയും റീച്ചില്ല, പത്രങ്ങൾക്ക് പോലും അത്രയും റീച്ചില്ല. അപ്പം അത്രയും റീച്ച് സ്വന്തമായിട്ടുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളോടും നമുക്ക് താല്പര്യമില്ല. പക്ഷേ പല നിലപാടുകളും നമുക്ക് നല്ല താല്പര്യമുണ്ട്. എന്ന് മാത്രമല്ല അദ്ദേഹത്തെപ്പോലെ ഒരാൾ ആവശ്യവുമുണ്ട് കേരളത്തിൽ. ആരെങ്കിലും ഒന്ന് സത്യങ്ങൾ തുറന്നു പറയണ്ടേ. ഇപ്പം ഞാൻ അമേരിക്കയിൽ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഇപ്പം തോമസ് കൂവള്ളൂർ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ ഈ എടുത്തിയാടി ഓരോ കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും എടുത്തുകാരി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. കാരണം അങ്ങനെയുള്ള ആളുകളും വേണ്ടേ. എന്നാലല്ലേ എല്ലാവരും പിന്നെ മിണ്ടാതെയും അനങ്ങാതെയും പിന്നെ എല്ലാത്തിനെയും അനുകൂലിച്ച് പോകുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റവും വരില്ല. അപ്പോൾ ആ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ രംഗത്തിറങ്ങുമ്പോൾ അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ അവരെ പിന്നെ വസ്തുതകളും ശരിക്ക് മനസ്സിലാക്കേണ്ടത് ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം അമേരിക്കയിൽ നല്ല പത്രക്കാരുണ്ട്, നല്ല പത്രസംഘടനയുണ്ട്. അതും അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മറ്റാരെങ്കിലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും അപകീർത്തിപ്പെടുത്താനോ നമുക്ക് ആഗ്രഹമില്ലതാനും. അവരുമായിട്ട് ഒരു മത്സരത്തിന് പോലും നമുക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്ക അല്ലാതെ തന്നെ സുസംഘടിതമായൊരു സംഘടനയാണ്. അത് അതിൻ്റേതായ രീതിയിൽ പോകുന്നുമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു അംഗീകാരമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ ആവശ്യവുമില്ല. പിന്നെ പത്രക്കാരെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള നല്ല പത്രക്കാരും അവരും ഈ അംഗീകാരത്തിനും ഇതിനൊന്നും പോകാറുമില്ല. എന്തെങ്കിലും ഒരു ആനുകൂല്യമോ അല്ല അംഗീകാരമോ കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കാറുമില്ല. ഇതൊക്കെയാണ് വസ്തുതകൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മറുനാടൻ
പിന്നെ ഷാജൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഇങ്ങനെയും കാര്യങ്ങളുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ പിന്നെ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളും ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ ലോകരംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, സാമൂഹിക രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളെപ്പറ്റി എല്ലാം അദ്ദേഹം പറഞ്ഞ ചില പ്രസംഗങ്ങൾ കേൾക്കുകയുണ്ടായി. വളരെ അർത്ഥവത്തായ കാര്യങ്ങൾ, വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ആ സോഷ്യൽ മീഡിയയുടെ വരവ് നമ്മുടെ എല്ലാം ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇപ്പോൾ രഹസ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. ആർക്കും ഒരു രഹസ്യവും മൂടി വെക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. അതേസമയം തന്നെ ഈ ട്രഡീഷണൽ പത്രപ്രവർത്തനം ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നു. കാരണം ഏതൊരു വാർത്തയും സംഭവിക്കുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതി, ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു 5-6 പേര് കാണും ഈ ക്യാമറയും കൊണ്ട്, ഫോണിൽ പിന്നെ ഈ വീഡിയോ ക്യാമറയും കൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് നിൽക്കുന്നത്. അന്നേരം തന്നെ അത് സ്ട്രീം ചെയ്ത് ലോകം മുഴുവൻ അത് അന്നേരം തന്നെ ആ വാർത്ത എത്തുന്നു. അപ്പോഴത്തേക്ക് മറ്റ് ട്രഡീഷണൽ വാർത്ത എഴുതേണ്ടതോ അല്ല വാർത്ത പറയേണ്ടതോ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് പ്രസക്തി ഇല്ലാതായിത്തീരുന്നു. അങ്ങനെ ആ വലിയൊരു മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതിലേതാണ് അവസാനം, ഏത് പത്രപ്രവർത്തനം, ഏത് മാധ്യമമാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്താണ് പിന്നെ എന്തായാലും കണ്ടൻറ്റ് നിലനിൽക്കും, മാധ്യമം മാറിക്കൊണ്ടിരിക്കും എന്ന് മാത്രം. എങ്ങനെയായാലും ഷാജൻ സ്കറിയയുടെ നീക്കങ്ങൾക്ക് നമ്മൾ പിന്നെ വളരെ സന്തോഷം. അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന് സ്വാഗതവും.